നവകേരള ബസിന്റെ സർവീസ് മുടങ്ങി. കോഴിക്കോട് നിന്ന് ഇന്നും ഇന്നലെയും സർവീസ് നടത്തിയില്ല. ആരും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നില്ല എന്ന് KSRTC അധികൃതർ. സാരംഗ് തന്നെ വിവരങ്ങൾ നൽകും. സാരംഗ്, എന്താണ് നിലവിലത്തെ അവസ്ഥ ബസ് സർവീസിന്റെ? ആദ്യകാലത്ത് നവകേരള സദസ്സിന് തൊട്ടു പിന്നാലെ തന്നെ ഇത്തരത്തിൽ കോഴിക്കോട് നിന്നും ബംഗളൂരുവിലേക്ക് ഇങ്ങനെ സർവീസ് നടത്തുന്ന സമയത്ത് സ്വാഭാവികമായും മന്ത്രിസഭ കേരളം ഒട്ടാകെ സഞ്ചരിച്ച ആ ഒരു ബസ് എന്നുള്ളൊരു ഖ്യാതി അതിനുണ്ടായിരുന്നു. മാത്രമല്ല മ്യൂസിയം ആക്കുവാനുള്ള ഒരു സാധ്യത കൂടി സമൂഹ മാധ്യമങ്ങളിലും മറ്റ് നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഉയർന്നു വന്നതോടുകൂടി തന്നെ അതാകെ പ്രസിദ്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കോഴിക്കോട് ബംഗളൂരു പാതയിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളുകൾക്കിടയിലൊക്കെ തന്നെ ബസ് ഹിറ്റായിരുന്നു. എപ്പോഴും ബസ് നിറഞ്ഞുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. റിസർവേഷൻ ചാർട്ടുകളൊക്കെ തന്നെ നിറയുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ പതിയെ ക്രമേണ അത് കുറഞ്ഞു വരുന്നൊരവസ്ഥയുണ്ട്. എന്തായാലും ഇന്നും ഇന്നലെയുമായി ഇത്തരത്തിൽ ബസ്സിലേക്ക് ടിക്കറ്റ് റിസർവ് ചെയ്യാൻ ആരുമില്ല എന്നൊരവസ്ഥയാണ് ഉള്ളത്. എന്തായാലും സാധാരണ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ബംഗളൂരു കോഴിക്കോട് പാത എപ്പോഴും തിരക്ക് നിറയുന്ന ഒരു പാതയാണ്. സ്വാഭാവികമായും മലബാറിലെ നിരവധി ആളുകൾ ഇത്തരത്തിൽ ബംഗളൂരു പോലുള്ള നഗരങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. അത്തരത്തിലൊരു തിരക്കുണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ടായിട്ട് പോലും ഇത്തരത്തിൽ വീക്കെൻഡുകൾ ഉണ്ടാകുന്ന സമയത്ത് പോലും സമാനമായ അവസ്ഥയുണ്ടാകുമ്പോഴും നിരവധി ബസ്സുകളിലും അതുപോലെ തന്നെ സ്വകാര്യ ബസ്സുകളിലും തിരക്ക് വർദ്ധിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ നവകേരള ബസ്സിന് ഇത്തരത്തിൽ റിസർവേഷൻ പോലും ഇല്ലാതെ ബസ് മാറ്റി നിർത്തേണ്ട ഒരു അവസ്ഥയുണ്ടാകുന്നത്. മാധു, ശരി, സാരംഗാണ് വിവരങ്ങൾ നൽകിയത്. നവകേരള ബസ്സിന്റെ സർവീസ് മുടങ്ങി. ബുക്ക് ചെയ്യാൻ ആളില്ലാത്തതിന്റെ പേരിലാണ് സർവീസ് മുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഏറ്റവും രസകരമായൊരു ചോദ്യം ഉയരുന്നത് ബസ് ഇനി കൊണ്ടുപോയി മ്യൂസിയത്തിൽ വെക്കേണ്ടി വരുമോ എന്നുള്ളതാണ്.